നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഒറ്റയ്ക്കുള്ള ശക്തി കൊണ്ട് എന്തോ നേടിയെന്ന ധാരണ പ്രതിപക്ഷത്തിന് വേണ്ടെന്ന് മുഖ്യമന്ത്രി. CPIM-നെ ആക്രമിച്ച് മനസുഖം നേടുകയെന്ന പ്രതിപക്ഷ നിലപാട് ശരിയല്ല. BJP ദുർബലപ്പെടുത്തുകയാണ് പ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് മണ്ഡലം ഉപേക്ഷിക്കുന്നതിൽ തീരുമാനം പറയാതെ രാഹുൽ. എവിടെ പോയാലും വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശദീകരണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ. പുതിയ മദ്യനയത്തിൽ പ്രാരംഭ ചർച്ച ആരംഭിച്ച സർക്കാർ. ഡിസ്റ്റിലറി ബാർ ഉടമകളുമായി ചർച്ച നടത്തി മന്ത്രി MP രാജേഷ്. ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാകും പുതിയ നയം രൂപീകരിക്കുകയെന്ന് മന്ത്രി. ബാർ ഹോട്ടലുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്ന് ഉടമകൾ. എട്ട് വർഷം മുൻപുള്ള അവസ്ഥയിൽ നിന്നും പോലീസ് സേന മാറിയെന്ന് മുഖ്യമന്ത്രി. ക്രിമിനലുകളായ പോലീസുകാർക്ക് സേനയിൽ ഇടമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. ലോക കേരള സഭയ്ക്ക് നാളെ തുടക്കം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ജോസ് കെ മാണിയും PP സുനീറും. പത്രികാ സമർപ്പണം മുഖ്യമന്ത്രിയുടെയും മുന്നണി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് ജോസ് കെ മാണി. ആന്ധ്ര മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ചന്ദ്രബാബു നായിഡു. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രി. വിജയവാഡയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രജനീകാന്ത്, ചിരഞ്ജീവി ഉൾപ്പെടെ താരപ്രമുഖരും പ്രധാനമന്ത്രിയും. ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചി സ്ഥാനമേറ്റു. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 11 മലയാളികളടക്കം 49 പേർ മരിച്ചതായി സൂചന. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കുവൈറ്റ് ആഭ്യന്തരമന്ത്രി. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടി ആശാ ശരത്തിനെതിരായ നിക്ഷേപ തട്ടിപ്പ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിലാണ് സ്റ്റേ. കോട്ടയം KK റോഡിൽ നെടുമാവിൽ രോഗിയുമായി പോയ ആംബുലൻസ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. വയനാട് പനമരം എരനെല്ലൂരിൽ കിണർ നിർമ്മാണത്തിനിടെ ഒരാൾ മരിച്ചു. കിണറിന്റെ പടവ് തകർന്നുണ്ടായ അപകടത്തിലാണ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ആക്കോട് മുഹമ്മദ് മരിച്ചത്. തിരുവല്ല നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം UDF-ന് നഷ്ടമായി. LDF-ലെ NCP അംഗം ജിജി വട്ടശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ടു. ടോസിംഗിലൂടെയാണ് തെരഞ്ഞെടുത്തത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിബി കാട്ടാമ്പള്ളി തിരുവനന്തപുരത്ത് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. മലയാള മനോരമയിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. കേരള മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. OB വിജയൻ സ്മാരക സമിതി സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കഥാപുരസ്കാരം KP രാമനുണ്ണിക്കും, നോവൽ പുരസ്കാരം V ഷിനിലാലിനും, യുവകഥാ പുരസ്കാരം ജിൻഷ ഗംഗയ്ക്കും, പ്രത്യേക ജൂറി പുരസ്കാരം ഹരികൃഷ്ണൻ തച്ചാടനും സമ്മാനിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയുടെ പുതിയ ക്യാമ്പസ് കൊച്ചി വൈറ്റിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ക്യാമ്പസ്. മികച്ച പഠന നിലവാരം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് IIC ലക്ഷ്യ മാനേജിംഗ് ഡയറക്ടർ ഓർവൽ ലയണൽ. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നതിനിടെ തലസ്ഥാന നഗരത്തിലെങ്ങും K മുരളീധരൻ അനുകൂല പോസ്റ്ററുകൾ.
നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലവാചകത്തോടെ മുരളീധരന്റെ ചിത്രമുള്ള പോസ്റ്ററാണ് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ ഒട്ടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധന വിലക്ക് തുടരുന്നു. തീരദേശ മലയോര മേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ജമ്മു കാശ്മീരിലെ 2ഇടങ്ങളിൽ ഭീകരാക്രമണം. കത്വയിൽ ഒരു CRPF ജവാൻ വീരമൃത്യു വരിച്ചു. ദോഡയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കരസേനാംഗങ്ങളടക്കം 6 ജവാന്മാർക്ക് പരിക്ക്. പതിനായിരം കടന്ന് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ കണക്ഷൻ. ഇതുവരെ സൗജന്യ കണക്ഷൻ നൽകിയത് 5856 കുടുംബങ്ങൾക്ക്. അട്ടപ്പാടിയിലെ ആദ്യ കെ ഫോൺ കണക്ഷൻ മലയാളികളുടെ പ്രിയ ഗായിക നഞ്ചിയമ്മയ്ക്ക്. കോഴിക്കോട് പന്തീരങ്കാവ് ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം. മദ്യം മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവ് ഓടി രക്ഷപ്പെട്ടു. പ്രതിക്കായി അന്വേഷണം തുടങ്ങി പന്തീരങ്കാവ് പോലീസ്. ഇടുക്കി പെരുവന്താനം പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ വിലക്ക്. വിലക്കിനെതിരെ പ്രദേശത്ത് വൻ പ്രതിഷേധം. 3.2 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് വിലക്ക്. ഈ വർഷത്തെ സംഗീത നാടക അക്കാദമി പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായി പ്രസിദ്ധ വാദ്യകലാകാരൻ തിരുവല്ല രാധാകൃഷ്ണൻ. കലാജീവിതത്തിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ വർഷത്തിലാണ് രാധാകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകൾ. വ്യാപക നാശനഷ്ടമുണ്ടാക്കുന്ന ആനകളെ കാട്ടിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തം. അടിമുടി മാറ്റങ്ങളുമായി APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ പരിഷ്കരിച്ച പാഠ്യപദ്ധതി. സംരംഭകത്വത്തിന് മുൻതൂക്കം നൽകുന്നതാണ് പരിഷ്കരിച്ച ബിടെക് പാഠ്യപദ്ധതി. KK ശൈലജ ടീച്ചറെ അനുകൂലിച്ച് പാട്ടുപാടിയതിന്റെ പേരിൽ തലശ്ശേരിയിലെ മാളിയേക്കൽ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. എന്നാൽ പാട്ടിലൂടെ തന്നെ സൈബർ ആക്രമണത്തിന് മറുപടി കൊടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലായിരിക്കുകയാണ് മാളിയേക്കൽ ഗായക സംഘം. കാസർഗോഡ് രാവണീശ്വരം സ്കൂളിൽ രാജമല്ലി വസന്തമൊരുക്കാൻ സ്കൂൾ NSS യൂണിറ്റ്. രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് രാജമല്ലി ചെടി നട്ടുപിടിപ്പിച്ചത്. നാട്ടിപ്പാട്ടിന്റെ ഇണത്തിൽ നാടൊത്തുചേർന്ന ഞാറുനട്ട് കാസർഗോഡ് കൊടക്കാട് ഗ്രാമം. പുസ്തകത്തിലെ കൃഷിപാഠങ്ങൾ അനുഭവങ്ങളിലൂടെ തൊട്ടറിയാൻ സ്കൂൾ വിദ്യാർത്ഥികളും എത്തിയതോടെ ഞാറുനടിയിൽ നാടിന്റെ ഉത്സവമായി മാറി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ 36 ഗുണഭോക്താക്കൾക്കാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കാഴ്ചയുടെ വസന്തമൊരുക്കി ദേശാടന പക്ഷികൾ എത്തി തുടങ്ങി. ചെല്ലാനം കണ്ടകടവ് മേഖലകളിലെ കോൾപ്പാടങ്ങളിലാണ് ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തിയിരിക്കുന്നത്. ദേശാടന കിളികൾ കേരള തീരം വിടുന്നുവെന്ന ആശങ്കയ്ക്ക് ഇതോടെ അവസാനമായി. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ പലപ്പോഴായി 7.61 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്തത്. കേരള ബാർ കൗൺസിൽ ഭരണ പ്രതിസന്ധിയിലേക്ക്. കാലാവധിയും അധിക കാലാവധിയും കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്താത്തതാണ് ഭരണ പ്രതിസന്ധിക്ക് കാരണം. അഭിഭാഷകർക്ക് ബാധകമായ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് പൂർത്തിയാക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലപാട്.
തലവൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആദരിച്ച് കേരള പോലീസ് അസോസിയേഷൻ. എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരക്കഥാകൃത്ത് ശരത് പെരുമ്പാവൂരിനെ ആദരിച്ചത്. തലവൻ ടീം അംഗങ്ങളെയും സ്നേഹാദരം എന്ന ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ മാനിനെ കണ്ടെത്തി. അഗളി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്താണ് സംഭവം. പുതൂർ RRTയുടെ നേതൃത്വത്തിൽ മാനിന് ചികിത്സ നൽകി വരുന്നു. സംസ്ഥാന പാതയിലെ കുന്നമംഗലം അഗസ്തിമുഴി റോഡിൽ കോഴിക്കോട് NIT അവകാശം സ്ഥാപിച്ചു വെച്ച ബോർഡ് പൊതുമരാമത്ത് വകുപ്പ് നീക്കം ചെയ്തു. കുന്നമംഗലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയൻ, AE റീന എന്നിവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ബോർഡ് എടുത്തു മാറ്റിയത്. കരസേനാ മേധാവിയായി വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. മെയ് 31-ന് വിരമിക്കാനിരുന്ന നിലവിലെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി 1 മാസത്തേക്ക് നീട്ടിയ സർക്കാർ അസാധാരണമായ നീക്കത്തിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ നിയമനം. അയനിക പോസിറ്റീവ് ജേർണലിസം ആൻഡ് ഇമ്പാക്ട് ജേർണലിസ്റ്റ് അവാർഡ് കൈരളി ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് ചേതൻ സാജന. ആൽബനിസം വിഷയത്തിലെ മികച്ച റിപ്പോർട്ടിംഗിനാണ് അംഗീകാരം. ഹരിയാനയിൽ ഖലിസ്ഥാനി എന്ന് വിളിച്ച സിഖ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. എന്നാൽ ഖലിസ്ഥാനി എന്ന് വിളിച്ചതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. ജമ്മു കാശ്മീരിലെ ധോഡയിൽ സൈനിക പോസ്റ്റിന് നേരെ ഭീകരാക്രമണം. 3 ദിവസത്തിനിടെ ഇത് 3ാം തവണയാണ് ഭീകരാക്രമണം ഉണ്ടാകുന്നത്. സൈനികരും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് കശ്മീർ പോലീസ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പാക്കുന്നതിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പരിഷ്കരിക്കാൻ കേന്ദ്രത്തിന് ശുപാർശ. TV സോമനാഥൻ അധ്യക്ഷനായ കമ്മിറ്റിയാണ് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. ശമ്പളത്തിന്റെ 40 മുതൽ 50% വരെ പെൻഷൻ നൽകാനാണ് ശുപാർശ. കോൺഗ്രസ് നേതാവ് രാഗിണി നായിക്കിനെതിരെ മോശം പരാമർശം നടത്തിയ ഇന്ത്യ TV അവതാരകൻ രജത് ശർമ്മയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസ്. ഇന്ത്യ TV ബഹിഷ്കരിക്കുമെന്നും സംവാദ പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. ദക്ഷിണ റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരുടെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച റെയിൽവേ അധികൃതർ. സമരം ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയും സസ്പെൻഡ് ചെയ്തും റെയിൽവേ. ആവശ്യമായ വിശ്രമ സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. US വനിതയെ കബളിപ്പിച്ച് 300 രൂപയുടെ ആഭരണങ്ങൾ 6 കോടി രൂപയ്ക്ക് വിറ്റതായി പരാതി. ജയ്പൂരിലെ ജോഹരി ബസാറിലാണ് സംഭവം. ഗൗരവ് സോണി എന്ന വ്യക്തിയുടെ കടയിൽ നിന്നാണ് വെള്ളിപൂശിയ ആഭരണങ്ങൾ വാങ്ങിയത്. ജയ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് നൽകാൻ ഓക്സ്ഫോർഡ് സർവകലാശാല. തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടുവെന്ന് കരുതുന്ന വിഗ്രഹമാണിത്. 60 സെന്റിമീറ്റർ ഉയരമുള്ള തിരുമങ്കൈ ആൾവാറിന്റേതാണ് വിഗ്രഹം. SD എഫ്രേഫാമിന് തീയിടാൻ ശ്രമിച്ച ഭീകരരെ വധിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. കഫർനിൽ നടത്തിയ ഓപ്പറേഷനിലാണ് 4 ഭീകരരെ വധിച്ചത്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ ആളുകളെ അനുസ്മരിച്ച ഇസ്രായേൽ കമാൻഡർമാരായ മേജർ ഒബ്രിയും സർജൻ മേയറും. ഗാസയിലെ സാധാരണക്കാരെ തീവ്രവാദികൾ കശാപ്പ് ചെയ്യുകയാണെന്ന് കമാൻഡർമാർ. പാകിസ്ഥാനിലെ ദാസു ജലവൈദ്യുത പദ്ധതിക്ക് $1 ബില്യൺ പ്രഖ്യാപിച്ച് ലോകബാങ്ക്. പദ്ധതിക്ക് വേണ്ടിയുള്ള 2ാം റൗണ്ട് അധിക ധനസഹായമാണിത്.
പാകിസ്ഥാനിൽ അനധികൃതമായി കടന്നുകയറിയ 85 അഫ്ഗാൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഇറാനിലേക്ക് കടക്കാനാണ് ഇവർ പാകിസ്ഥാനിലേക്ക് എത്തിയത്. ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത യുഎൻ രക്ഷാസമിതി അംഗീകരിച്ച പ്രമേയത്തെ സ്വാഗതം ചെയ്ത ഹമാസ്. പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശങ്ങളടങ്ങിയ പ്രമേയം അമേരിക്കയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായി വീണ്ടും നിയമിതനായ എസ് ജയശങ്കറിന് അഭിനന്ദനം അറിയിച്ച് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ. എക്സിലൂടെയാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്. കുവൈറ്റിൽ പൊതുമാപ്പ് കാലാവധി അവസാനിക്കുന്ന ജൂൺ 17-ന് ശേഷം താമസ നിയമലംഘകർക്കെതിരെ കർശന പരിശോധന ആരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ചേർന്ന് പരിശോധനകൾ നടത്താനാണ് തീരുമാനം. ദുബായിൽ കോസ്മെറ്റിക് സർജറിക്ക് വിധേയമായ യാത്രക്കാരോട് ഏറ്റവും പുതിയ ഫോട്ടോകൾ ഉടൻ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റേതാണ് നിർദ്ദേശം. കുവൈറ്റിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ആരോഗ്യ സേവന ഫീസുകളിൽ മാറ്റവുമായി അധികൃതർ. പ്രവാസികൾക്ക് സേവന ഫീസ് 2 കുവൈറ്റി ദിനാറും ചികിത്സാ ഫീസ് 5 ദിനാറുമാണ് പുതിയ നിരക്ക്. ഖത്തറിൽ കലാലയം സാംസ്കാരിക വേദി ദോഹ സോൺ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ കാസിം ഇരിക്കൂർ രചിച്ച വാർത്തകളുടെ കാണാപ്പുറം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി നടന്ന ചർച്ചാ സദസ്സിൽ സോൺ ചെയർമാൻ സാദിഖ് ഹുമൈദി അധ്യക്ഷത വഹിച്ചു. മസ്കറ്റിൽ സുമൂസ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. വനിതകളുടെ നേതൃത്വത്തിലാണ് സുമൂസ് റെസ്റ്റോറന്റിൽ രുചിക്കൂട്ടുകൾ ഒരുക്കുന്നതെന്ന് റെസ്റ്റോറന്റ് അധികൃതർ അറിയിച്ചു. UAEയിലെ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയായ അക്ഷരക്കൂട്ടത്തിന്റെ വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഷാർജയിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി കെ സച്ചിദാനന്ദൻ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരങ്ങൾ നേടി മെയ്ഡ് ഇൻ എൽ കെ പ്രൊഡക്ഷൻ ഇന്റർനാഷണലിന്റെ ബാനറിൽ രാജേഷ് പുത്തൻപുരയാണ് മെയ്ഡ് ഇൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അശ്വിനി ദത്ത് നിർമ്മിക്കുന്ന പ്രഭാസ് നാഗ് അശ്വിൻ കൂട്ടുകെട്ടിൽ ഒരുക്കുന്ന കൽക്കി 2898 AD കേരളത്തിലെത്തിക്കുന്നത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനി. പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന ഒരു സയൻസ് ഫിക്ഷനാണ് കൽക്കി. തിയേറ്ററുകളിൽ ചിരി പടർത്തിയ ലിറ്റിൽ ഹാർട്ട്സ്. ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ലിറ്റിൽ ഹാർട്ട്സിന്റെ തിരക്കഥ ഒരുക്കിയത് രാജേഷ് പിന്നാടനാണ്. കന്നഡ സിനിമാ താരം ദർശൻ കൊലക്കേസിൽ അറസ്റ്റിൽ. ബംഗളൂരുവിൽ രേണുകാസ്വാമി എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ കേസിലാണ് താരം അറസ്റ്റിലായത്. ആത്മഹത്യയെന്ന് കരുതിയ കേസ് പിന്നീട് കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു. റിലീസിന് മാസങ്ങൾക്ക് മുൻപ് രജനീകാന്തിന്റെ വേട്ടയൻ OTTയിൽ വിറ്റുപോയി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശം വാങ്ങിയിരിക്കുന്നത്. ഫഹദ് ഫാസിൽ നിർണായക കഥാപാത്രമായി വേട്ടയനിലുണ്ടാകും. അരുൺ ചന്ദ് സംവിധാനം ചെയ്യുന്ന ഡിസ്റ്റോപ്പിയൻ എലൈൻ ചിത്രമായ ഗഗനചാരിയുടെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടു. ജൂൺ 21-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. TS സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രമായ DNA-യുടെ ട്രെയിലർ പുറത്തിറങ്ങി. യുവനടൻ അഷ്കർ സൗദാൻ നായകനാകുന്ന ചിത്രം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV അബ്ദുൽ നാസറാണ് നിർമ്മിക്കുന്നത്.
നടിയും തെന്നിന്ത്യൻ താരം അർജുൻ സർജയുടെ മകളുമായ ഐശ്വര്യ അർജുൻ വിവാഹിതയായി. നടൻ നമ്പിരാമയ്യയുടെ മകനും നടനുമായ ഉമാപതിയാണ് വരൻ. ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ ഉർവശിയും പാർവതിയും ഒന്നിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്യുന്ന ആദ്യ ഫീച്ചർ ഫിലിമാണിത്. ജൂൺ 21 ചിത്രം തിയേറ്ററുകളിലെത്തും. വരാനിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുടെ പുതിയ ഫീച്ചറുകൾ പ്രഖ്യാപിച്ച ആപ്പിൾ. കമ്പനി നൽകാനൊരുങ്ങുന്നത് മികച്ച ഗെയിമിംഗ് ഫീച്ചർ ഉൾപ്പെടെ നിരവധി അപ്ഡേറ്റുകൾ. പുതിയ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ പ്രഖ്യാപിച്ച് BI. ഇതിലൂടെ T20 ക്രിക്കറ്റ് ടൂർണമെന്റ്, UEFA യൂറോ 2024 ഉൾപ്പെടെ ആസ്വദിക്കാൻ അവസരം. പോസ്റ്റ്പെയ്ഡ് ഉപഭോക്താക്കൾക്ക് 199 രൂപയ്ക്കും പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് 202 രൂപയ്ക്കും പ്ലാൻ ലഭ്യമാകും. OpenAIയെ ആപ്പിൾ OS തലത്തിൽ സംയോജിപ്പിച്ചാൽ ആപ്പിൾ ഉപകരണങ്ങൾ നിരോധിക്കുമെന്ന് എലോൺ മസ്ക്. തന്റെ ജീവനക്കാർ ഓഫീസ് പരിസരത്ത് ആപ്പിളിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുമെന്നും മസ്ക്. AI അടക്കം ഉൾപ്പെടുത്തിയ ആപ്പിളിന്റെ വോയിസ് അസിസ്റ്റന്റായ സിറി പുതിയ തലത്തിലേക്ക്. പ്രഖ്യാപനം ആപ്പിളിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസിൽ. പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാനൊരുങ്ങി HMD ഗ്ലോബൽ. HMD സ്കൈലൈൻ എന്നാണ് പുതിയ ഫോണിന്റെ പേര്. അറ്റ്ലസ് എന്ന പേരിൽ മറ്റൊരു ഫോൺ കൂടി പുറത്തിറക്കാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ട്. ഓപ്പോ റെനോ 12 സീരീസ് ഈ മാസം ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ. ഫോണിന്റെ വില 41,104 രൂപയെന്നും സൂചന. സിട്രൺ ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ ക്യാബ് ഈസ് എന്ന കമ്പനി രംഗത്ത്. സിട്രണിന്റെ 2000 കാറുകൾ ക്യാബ് ഈസ് വാങ്ങുമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം അവസാനത്തോടെ തങ്ങളുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് ഇലക്ട്രിക് വാഹനം പുറത്തിറക്കാനൊരുങ്ങി ഹുണ്ടായി. കുറഞ്ഞ വിലയും കിടിലൻ റേഞ്ചുമാണ് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. EVയുടെ ആദ്യ ടീസറും കമ്പനി പുറത്തുവിട്ടു. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഖത്തറിനെതിരെ ഇന്ത്യക്ക് പരാജയം. തോൽവി 1-നെതിരെ 2 ഗോളുകൾക്ക്. ഇതോടെ ഇന്ത്യയുടെ ലോകകപ്പ് പ്രതീക്ഷകൾ അസ്തമിച്ചു. യൂറോ കപ്പ് ആരംഭിക്കും മുമ്പ് പോളണ്ടിന് വൻ തിരിച്ചടി. ക്യാപ്റ്റൻ ലെവൻസിക് യൂറോ കപ്പിലെ ആദ്യ മത്സരം നഷ്ടമാകും. തുർക്കിക്കെതിരായ മത്സരത്തിലേറ്റ പരുക്കാണ് കാരണം. രോഹിത് കുമാർ ഇനി ഒഡീഷ FCക്കായി കളിക്കും. താരം ബംഗളൂരു FC വിട്ട ഒഡീഷയിൽ കരാർ ഒപ്പുവെച്ചതായി ക്ലബ്ബ് പ്രഖ്യാപിച്ചു. 2 വർഷത്തേക്കാകും കരാർ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുകയാണ്.